നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി കണ്ടിക്കലിൽ തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ തലശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കണ്ടിക്കലിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി കണ്ടിക്കലിൽ തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും മണ്ണിട്ട് നികത്തുമ്പോൾ കണ്ടിക്കലും പരിസരവും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമെന്നും തലശ്ശേരി കവളപ്പാറ ആവർത്തിക്കുമെന്നും പരിസ്ഥിതിയാഘാതം താങ്ങാനാവാത്തതാകുമെന്നും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ പറഞ്ഞു. തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി കണ്ടിക്കലിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട് ചില ഭൂമാഫിയകൾക്ക് വേണ്ടി, ചില കൊള്ളപ്പണക്കാർക്ക് വേണ്ടി, ചില ആളുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഒരു ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. തണ്ണീർത്തടങ്ങളും അതുപോലെ കണ്ടൽക്കാട് നികത്തലുമൊക്കെ തലശ്ശേരി പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിരമായി നടന്നു വരികയാണ്. എന്തൊക്കെയോ പേര് പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടി മണ്ണിട്ട് നികത്താനും അവിടെ മണിമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കാനും അവരാവശ്യമായ ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത ഒരു സാഹചര്യം ഈ മുനിസിപ്പൽ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കൃത്യമായി പകൽ വെളിച്ചം പോലെ ഈ തലശ്ശേരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല മഴ പെയ്താൽ തലശ്ശേരി ബസ് സ്റ്റാൻഡ് മുട്ടോളം വെള്ളത്തിലകുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് തലായി അധ്യക്ഷത വഹിച്ചു. ഷാനിത്ത് മേക്കുന്ന് മുഖ്യ പ്രഭാഷണം നടത്തി. ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK അബൂട്ടി ഹാജി, ബഷീർ ചെറിയാണ്ടി, സാഹിർ പാലക്കൽ, ഹാരിസ് ഹാജി, ഷഹബാസ് കയ്യത്ത്, KC ഷബീർ, TK ജമാൽ, ജംഷീർ മഹമ്മൂദ്, റംസാൻ തലായി, റമീസ് നരസിംഹ, അഫ്സൽ മാടമ്പ്രം, സഫീർ മത്തിപ്പറമ്പ്, TP ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി തഫ്ലീം മണിയാട് സ്വാഗതവും ട്രഷറർ ഫൈസൽ പുനത്തിൽ നന്ദിയും പറഞ്ഞു. അവരുടെ അന്വേഷണത്തിൽ ഈ കാണുന്ന പ്രദേശം മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ടൺ കണക്കിന് മണ്ണ് അടിക്കുന്നതായിരുന്നു ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. സമഗ്ര ന്യൂസ് തലശ്ശേരി.